സ്കൂളിൽ നിന്ന് 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിലെത്തുന്നില്ല സമയത്തിന്. പ്രധാനപ്പെട്ട കാരണം വീട്ടിലാരും കാണില്ല. മുതിർന്നവരെല്ലാം ജോലിക്ക് പോകുന്നവരായിരിക്കും. അവർ വളരെ വൈകിയേ വീട്ടിൽ വരുള്ളൂ. ഈ സമയത്ത് ഈ കുട്ടികൾക്ക് ആരുടെയും കെയർ ഇല്ല. അധ്യാപകരാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോകുന്നു. കുട്ടികൾ ഈ രീതിയിൽ നടക്കുമ്പോൾ പല ക്രിമിനൽ ഗാങ്സിലും അകപ്പെടുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആൽക്കഹോളും ഡ്രഗ്സും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പല കുട്ടികളും വളരെ മോശമായൊരവസ്ഥയിലേക്ക് മാറുന്നു. വീട്ടിലതൊക്കെ അറിഞ്ഞാൽ പോലും ആരും കെയർ ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം, ഈ താഴേക്കിടയിലുള്ള പല കുട്ടികളുടെയും പാരൻസും ഇത്തരം ഗാങ്സിലൊക്കെ പ്രവർത്തിച്ചവരായിരിക്കാം, ചിലപ്പോൾ അപ്പോഴും പ്രവർത്തിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും അവർ കെയർ ചെയ്യുന്നേയില്ല. ഇത് മുൻകൂട്ടി കണ്ട് 1970 കാലഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെട്ടു. ഡെന്നി ഹെർണാണ്ടസ് എന്ന ഒരു എക്സ് നേവി ഓഫീസർ. അദ്ദേഹം ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ലോസ് ആഞ്ചലസിൽ ഒരു പ്രത്യേക സ്ഥാപനം നടത്തുന്നുണ്ട്. ഒരു 25 ഏക്കറോളം വിസ്താരമുള്ള ഒരു പ്രദേശത്ത് കുട്ടികൾക്ക് പല സ്പോർട്സിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ജിംനേഷ്യവും അത്തരം സിസ്റ്റങ്ങളും ഒക്കെ ആയി ഒരു സംവിധാനം. അവിടേക്ക് നല്ല രീതിയിൽ പല കുട്ടികളും വരുന്നുണ്ട്. ആ വരുന്നവർ പിന്നെ വഴിതെറ്റി പോവില്ല. കാരണം അവർക്കൊരു ജീവിതത്തിന് ഒരു ലക്ഷ്യം വരെയുണ്ട്. ഈ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തവരാണല്ലോ പല വഴിക്കായിട്ട് പോകുന്നത്. അങ്ങനെ കുട്ടികൾക്കൊരു ലക്ഷ്യബോധം, ഒന്നുകിൽ ഒരു നല്ല സ്പോർട്സ്മാൻ ആവുക, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇത് പലപ്പോഴും വീട്ടിലും അതുപോലെ അടുപ്പമുള്ള പലരും പല നല്ല കുട്ടികളെയും നിരുത്സാഹപ്പെടുത്തുന്ന പല സംഭവങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നവനടുത്ത് പറയും, നീയൊക്കെ പാടിയിട്ട് ഇപ്പം എന്താവാനാ? ഡാൻസ് ചെയ്യുന്നവനടുത്ത് പറയോ, പിന്നെ നീ ഡാൻസ് ചെയ്തിട്ടാണല്ലോ. അത്തരം ഒരു സമീപനം മാറ്റി കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതായിരുന്നു അദ്ദേഹം മെയിനായിട്ട് അവിടെ നടപ്പിലാക്കിയിരുന്നത്. അർണോൾഡ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു. കുട്ടികളോട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഞാൻ ജനിച്ച നാട്ടിൽ നിന്ന് അമേരിക്ക എന്ന് പറയുന്ന ഈ അവസരങ്ങളുടെ രാജ്യത്തേക്ക് എത്തുക എന്നുള്ളത് കുട്ടിക്കാലത്ത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് നേടി. ഇവിടെ എത്തി. ഞാൻ വിചാരിച്ച രീതിയിലേക്ക് ഞാൻ വളർന്നു. ഞാൻ പ്രവർത്തിച്ച ഫീൽഡുകളിലൊക്കെ ഞാൻ ടോപ്പ് ലെവലിൽ വന്നു. അതുപോലെ ആവാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് എന്നെപ്പോലൊരു ബോഡി ബിൽഡർ ആവാം, അല്ലെങ്കിൽ ഒരു നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവാം, അല്ലെങ്കിൽ ഒരു നല്ല ബോക്സിംഗ് ചാമ്പ്യൻ ആവാം. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ, വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആവാം. പക്ഷേ എനിക്കത് പറ്റില്ല. കാരണം അർണോൾഡ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരാളല്ലാത്തതുകൊണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിക്കാനുള്ള അനുവാദം അമേരിക്കൻ ഭരണഘടന പ്രകാരം ഇല്ല.